ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഏത് ട്രേയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ സെറ്റ് ചെയ്യുന്ന ട്രേയിലൊന്ന് നിരത്തി കൊടുക്കുക. ഇനി ഈ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എത്രയാണ് നമുക്ക് മധുരം ആവശ്യമുള്ളതായിട്ടുള്ളത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പാലിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ പാലൊക്കെ നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം മാത്രം ഉപയോഗിച്ചാലും മതി. ഫ്രഷ് ക്രീമിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1 കപ്പോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും അതുപോലെ മിൽക്ക് മെയ്ഡും മാത്രം മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് നിരത്തി വെച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബ്രെഡ് നല്ലോണം സോക്ക് ചെയ്യുന്ന രൂപത്തിൽ നല്ലോണം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാഷ്യൂനട്ട് അതുപോലെ കുറച്ച് ബദാമും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. എന്ത് നട്ട്സാണ് നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് മിൽക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇതാ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി 1 മണിക്കൂറിന് ശേഷം ഇതൊന്നൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ബ്രെഡ് പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. കഴിച്ചവരൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.